വീര്യം കുറഞ്ഞ മധ്യത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഒരു പോയിന്റ് പോലും ഖണ്ഡിക്കാനാകാതെ പ്രതിപക്ഷ ഗതികേടിനാണ് ഇന്ന് നിയമസഭ അക്ഷരാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചത്. പ്രതിപക്ഷത്ത് മാത്രമല്ല കോൺഗ്രസിലെ ചിലർക്കുമുണ്ട് വലിയ നിരാശ. വി ഡി സതീശൻ സർക്കാരിനെ ആദ്യമേ ദുർബലമാക്കിയേക്കാം എന്ന് കരുതിയ കോൺഗ്രസിൽ തന്നെ ചില തിരുത്തൽ മോഹികൾക്കും ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബെക്കാഡി കമ്പനിക്കായി നികുതി കുറച്ചു എന്നായിരുന്നു ആദ്യമുയർന്ന ആരോപണം. നികുതി കുറച്ചതേയല്ല, നികുതി ആദ്യമായി നിശ്ചയിച്ചത് എന്ന് പിന്നാലെ വ്യക്തമായി. ഫയൽ അതിവേഗം സീറ്റുകൾ മറികടന്ന് നികുതിയിൽ തീരുമാനമെടുത്തു. അത് അസാധാരണം എന്തായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. നികുതി തീരുമാനം ബജറ്റിന്റെ തലേന്ന് വേഗത്തിലെടുക്കുന്ന തീരുമാനമാണ്. അത് ബാലഗോപാലിനും അറിയില്ലേ എന്ന നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തോടെ ആ ആരോപണവും തീർന്നു. ബെക്കാഡി ഉൾപ്പെടെ കമ്പനികൾ സമീപിച്ചത് പഴയ സർക്കാരിന്റെ കാലത്താണ്. വീര്യം കുറഞ്ഞ മദ്യത്തെ നിർവഹിച്ചത് എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴാണ്. മദ്യനയത്തിൽ ഭേദഗതി വരുത്തി വീര്യം കുറഞ്ഞ മദ്യം കൂടി വിൽക്കാനുള്ള അനുമതി ഉൾപ്പെടുത്തിയത് പിണറായി സർക്കാരിന്റെ കാലത്തുമാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോകാതിരിക്കുകയും അതേസമയം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾ അതൊരു പുകമറയായി നിൽക്കുകയും ചെയ്ത ഈ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കിടയിൽ ഇന്ന് വലിയ പ്രക്ഷുബ്ധതയൊന്നുമില്ലാതെ തന്നെ നിയമസഭ ധനബില്ല് പാസാക്കുകയായിരുന്നു. ധനബിൽ എന്നാൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾക്കുള്ള പണം വകയിരുത്തുന്നതിനുള്ള സാങ്കേതികമായൊരു അംഗീകാരമാണ് എന്ന് പറയാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഉൾപ്പെടെ ധനബില്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ എന്ന കാര്യം UDF തീരുമാനിക്കുമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ബജറ്റിന്റെ പൊലിമ കളയാൻ പ്രതിപക്ഷത്തിനൊപ്പം കുറെ ആളുകൾ കൂടി എന്ന ഭരണപക്ഷത്തിന് ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് UDF സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അത് തീരുമാനിക്കും. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല, ഇനി വിൽക്കാം, അത് പ്രോത്സാഹിപ്പിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ റിപ്പോർട്ടിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ. എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. അത്രയേ ഉള്ളൂ. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. ഈ സർക്കാരിന് കൃത്യമായ പരിപാടിയുണ്ട്, കൃത്യമായ പദ്ധതിയുണ്ട്, കൃത്യമായ പ്ലാൻ ഉണ്ട്. അത് കൂടിയാലോചനകൾക്ക് ശേഷമുള്ള തീരുമാനമാണ്. ബജറ്റിലെ നികുതി നിർദ്ദേശം ആരുമായിട്ട് കൂടിയാലോചിക്കാൻ പറ്റില്ല. അത് അതുമായിട്ട് ബന്ധപ്പെട്ട കൂടിയാലോചനകൾ മാത്രമേ നടത്തുള്ളൂ. അത് കഴിയുമ്പോഴാണ് ഏത് വിഷയവും അത് ആ കാര്യത്തിലുള്ള ഉറച്ച തീരുമാനമാണ്. ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ടാക്സ് ഇപ്പോൾ നിൽക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഫലത്തിൽ കൈപൊള്ളിയിരിക്കുകയാണ് പിണറായി വിജയനും പ്രതിപക്ഷ നിരയ്ക്കും. മാത്രമല്ല VM സുധീരൻ ഉൾപ്പെടെ മറ്റു ചില കോൺഗ്രസ് നേതാക്കൾക്കും. പിണറായി സർക്കാർ കാലത്തെ തീരുമാനം എന്നതിനെ ഖണ്ഡിക്കാൻ പ്രതിപക്ഷ നിരയ്ക്കോ അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്നവർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നികുതി കുറച്ചെന്നത് തെറ്റെന്നും പുതിയ നികുതി ഏർപ്പെടുത്തുക മാത്രമാണ് ചെയ്തതെന്ന് എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം LDF സർക്കാർ ശ്രമിച്ചത് ഹോർട്ടി വൈനിന് വേണ്ടിയാണ് എന്നൊരു പുതിയ വാദമാണ് ഇന്ന് പ്രതിരോധത്തിനായി പിണറായി പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. സർ, ഇത് നേരത്തെയുള്ള LDF സർക്കാരിൻ്റെ കാലത്ത് ഹോർട്ടി വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിന് എങ്ങനെ സാധാരണ നികുതിയിൽ കുറവ് വരുത്തണോ എന്ന കാര്യവും ആലോചിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ കാര്യത്തിൽ അവസാന തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. ആലോചിച്ചത് ഒരു കാര്യം മാത്രമാണ്. അത് ഹോർട്ടി വൈൻ എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൽ നിന്നും ധാന്യത്തിൽ നിന്നും ഉണ്ടാക്കുന്ന കാര്യം മാത്രമാണ്. നമ്മുടെ കർഷകർക്കും നമ്മുടെ സഹകരണ മേഖലക്കും നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും ചെറുകിട വ്യവസായ മേഖലക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനം കർഷകർക്ക് ഉപകാരപ്രദമായി വരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ മദ്യ കമ്പനികൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മദ്യം ഒഴുക്കാനുള്ള അവസരമൊരുക്കുന്നത്. അതിനുള്ള നികുതി കുറച്ചു കൊടുക്കുകയാണ്. കർഷകരുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ പഴച്ചാർ, അതായത് വീര്യം കുറഞ്ഞ മദ്യം, അതാണ് ഹോർട്ടി വൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കശുവണ്ടി മാങ്ങ പഴം പോലെയുള്ള അത്തരം പഴങ്ങളിൽ നിന്നും മദ്യം ഉണ്ടാക്കാനുള്ള ഹോർട്ടി പദ്ധതിയും ബെക്കാഡിയും തമ്മിൽ പക്ഷേ എന്താണ് ബന്ധം? ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ ബെക്കാഡി കമ്പനിയുമായി ചർച്ച നടത്തണോ എന്നത് വളരെ ന്യായമായ ഒരു ചോദ്യമാണ്. ഹോർട്ടി വൈനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ആൽക്കഹോളിക് ഇൻകം ഉള്ള സംഭവം ഫോറിൻ റിക്കവർ റൂൾസ് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത്. ഈ കർഷകരുണ്ടാക്കുന്ന ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ ബക്കാഡി കമ്പനിയായിട്ട് എന്തിനാ ചർച്ച നടത്തണം?
ബക്കാടി കമ്പനി കർഷകരാണ്, ചുമ്മാ പറയുന്നതാണ്, ഒരടിസ്ഥാനം ഇല്ലാതെ പറയുന്ന ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. രാഹുൽ ജി നാദുപുരങ്ങളുമായി. രാഹുൽ, പ്രതിപക്ഷം മറുപടി കേൾക്കാൻ സഭയിലുണ്ടായിരുന്നില്ല, പക്ഷേ വീണ്ടും എന്താണ് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ഇതുവരെ നടന്നത് എന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി വാദങ്ങളെ ഖണ്ഡിക്കാൻ അക്ഷരാർത്ഥത്തിൽ കഴിയാത്തൊരു സ്ഥിതി പ്രതിപക്ഷത്തിനും കോൺഗ്രസിലെ വിമർശനം ഉന്നയിച്ചവർക്കും മുന്നിലുണ്ട്. എങ്ങനെയാകും ഈ വിവാദം? അത് കെട്ടടങ്ങുമോ അതോ ഇനിയും മുന്നോട്ട് പോകുമോ? നിലവിൽ പല ചോദ്യങ്ങളാണ് മുന്നിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട കരാർ അല്ലെങ്കിൽ ആലോചന അത് ഏത് സർക്കാരിൻ്റെ കാര്യത്ത് ഉണ്ടായിരുന്നതാണ്. ആ സർക്കാർ എന്താണ് ഇതുവഴി ഉദ്ദേശിച്ചിരുന്നതെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ആ ചോദ്യമാണ് ഇപ്പോൾ എന്തായാലും പല ഉത്തരങ്ങൾക്കായി ഇങ്ങനെ മുന്നിലുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയോട് ചോദിച്ചത് UDFിൻ്റെ മദ്യനയം എന്താണ്, അത് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുകൂലിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ മദ്യവർജനമാണോ അതോ മദ്യനിരോധനമാണോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ ഇന്നെന്തായാലും മുഖ്യമന്ത്രി കൃത്യമായി പല കാര്യങ്ങളിലും മറുപടി പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നിലുള്ളത്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ കരാർ പ്രതിപക്ഷം പറയുന്നത് പോലെയാണെങ്കിൽ അത് പല ചോദ്യങ്ങൾ ഇപ്പോഴെന്തായാലും പ്രതിപക്ഷത്തിന് ഭരണപക്ഷം ചോദ്യം ബാക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇന്ന് സഭ എന്തായാലും പിരിയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ അത് ഹോർട്ടി വൈനാണ് ഉത്പാദിപ്പിച്ചതെങ്കിൽ എന്തുകൊണ്ട് ബക്കാടി കമ്പനിയുമായി ചർച്ച നടത്തുന്ന ചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് പാസ്സായിട്ടുണ്ട്. നിലവിൽ ഇത് നടപ്പിലാക്കണമോ വേണ്ടോ എന്നുള്ളത് UDF തീരുമാനിക്കും. അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ ഇതായിരിക്കും നികുതി എന്ന ഒരു ക്ലാരിറ്റി വ്യക്തത മുഖ്യമന്ത്രി വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമായി നിൽക്കുക. അപ്പോഴും പ്രതിപക്ഷം ഇതൊരു വിവാദമായി ഉയർത്തിക്കാട്ടുകയാണ്. ഒന്ന്, ഈ പറയുന്ന പോലെ കർഷകരെ സഹായിക്കാനായി തങ്ങൾ ആലോചിച്ച അല്ലെങ്കിൽ അന്ന് ഭരണപക്ഷത്തുണ്ടായിരുന്ന അവർ ആലോചിച്ച ഒരു പദ്ധതിയെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി അത് അഴിമതിയുടെ ഒരു വേദിയാക്കി മാറ്റുന്ന ആരോപണമാണ് നിലവിൽ ഉന്നയിക്കുന്നത്. അതിൽ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വീര്യം കുറഞ്ഞ മദ്യ വിഷയം അത് വീര്യം കൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോഴും ഇന്ന് എന്തായാലും മുഖ്യമന്ത്രി പല ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ബാക്കി വെച്ച് കൊടുത്തിട്ടുമുണ്ട്. അതിനെങ്ങനെ പ്രതിപക്ഷം മറുപടി പറയും എന്നുള്ളതിലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കോൺഗ്രസിൽ VD സതീശനെതിരെ ചില നീക്കങ്ങൾ തലപൊക്കുമ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെ ആ നീക്കങ്ങൾ മുന്നോട്ട് പോകും, അതോ ഈ വാദം ഇവിടെ വെച്ച് അവസാനിക്കും, അടുത്ത ഒന്നിലേക്ക് മാറുമോ എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട്. രാഹുൽ ജി നാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.